ഗുരുശിഷ്യ ബന്ധത്തിന്റെ സംഗമവേദിയാണ് കലോത്സവം. ഗുരുതുല്യനായ എം.ടി. വാസുദേവൻ നായർക്ക് ശിഷ്യയിലൂടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് കലാകാരനും നടനുമായ കലാഭവൻ നൌഷാദ്. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത് സത്യത്തിൽ എനിക്ക് ഭ്രാന്തില്ല ചന്തു. എനിക്ക് ഭ്രാന്തില്ല. ഏകാഭിനയം അഥവാ മോണോ ആക്ട് അതത്ര സിമ്പിളല്ല. അഭിനയത്തിനൊപ്പം വാക്കും നോക്കും ഒരിടത്തെത്തണം, ഒപ്പം മുഖത്തെ ഭാവവ്യത്യാസങ്ങളും. പാലക്കാട് തൃക്കടേരി PTMHSലെ വിദ്യാർത്ഥിനി മായ അരങ്ങിലെത്തിയത് മലയാളത്തിന്റെ സ്വന്തം സാഹിത്യകാരൻ MTക്കുള്ള ആദരവുമായി. അരുത്, ശത്രുവിനോട് ദയ കാട്ടരുത്. ശത്രുവിനോട് ദയ കാട്ടിയാൽ അവൻ ശക്തനാകും. നീ മറന്നുപോ ഈ രണ്ടാമൂഴക്കാരനെ. മായയ്ക്ക് ഊർജമായി കൂടെ നിന്നത് അധ്യാപകനായ കലാഭവൻ നൌഷാദ്. MTയുടെ കഥാപാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ മോണാക്ട് അവതരിപ്പിക്കുന്നത്. MTയും MTയുടെ കഥാപാത്രങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പരസ്പരം എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ സൃഷ്ടാവിനോട് ചോദിക്കാനുണ്ടാവും എന്നുള്ള കാര്യങ്ങളും, പിന്നെ MTയും ബഷീറും തമ്മിലുള്ള ഒരു സൗഹൃദവും എല്ലാം നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. ചതിയനല്ലാത്ത ചന്തുവിനെ മലയാളിക്ക് മുന്നിലെത്തിച്ച രണ്ടാമൂഴക്കാരുടെ കഥ പറഞ്ഞ ഉച്ചനീചത്വങ്ങൾക്കെതിരെ കാർക്കിച്ചു തുപ്പിയ വെളിച്ചപ്പാടൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളിലൂടെയുള്ള ആദരം. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത്. സ്റ്റേറ്റിൽ വന്നപ്പോൾ തന്നെ A ഗ്രേഡ് കിട്ടി എന്നുള്ളത്, അതിന് ഏറ്റവും വലിയ കാരണം എൻ്റെ നൌഷാദ് മാഷാണ്. കലാഭവൻ നൌഷാദ് എൻ്റെ സാറാണ് എനിക്ക് ഈ വിഷയം തന്നത്. ഗുരുസ്ഥാനത്ത് കാണുന്ന MTക്ക് തന്റെ ശിഷ്യയിലൂടെ ആദരമർപ്പിക്കുകയായിരുന്നുവെന്ന് കലാഭവൻ നൌഷാദ്. കൃത്യം 25 കൊല്ലം മുമ്പ് ഇതേപോലൊരു കലോത്സവ വേദിയിൽ ഞാൻ MTയുടെ വിവിധ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുകയും അതിന് അന്ന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടുകയും ചെയ്തു. ഈ വിഷയത്തെ കുറിച്ച് കേട്ട് നമ്മുടെ MTയുടെ അടുത്തേക്ക് ഈ കഥയെ എത്തിക്കുകയും ഇങ്ങനെ ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ MT അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് പുള്ളിയെ കാണാൻ കഴിഞ്ഞില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അന്ന് ആ കഴിഞ്ഞു. പിന്നെ MT സുഖമില്ല എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കുറ്റബോധം തന്നെ തോന്നി പുള്ളിയുടെ അടുത്ത്. അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിൽ പഴയ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുകയും ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് അത് മെർജ് ചെയ്യുകയും ചെയ്തത്. ഏറ്റവും ഇത് പറയുകയാണെങ്കിൽ അന്ന് അദ്ദേഹം കണ്ടിരുന്ന കുറേ വിഷയങ്ങളുണ്ടല്ലോ. കാരണം നമ്മുടെ വെളിച്ചപ്പാട്, ഇന്നാണ് ആ വെളിച്ചപ്പാട് കഥാപാത്രമായിട്ട് സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ സ്ക്രീന് കത്തുമായിരുന്നില്ലേ എന്ന് തോന്നിപ്പോവാറുണ്ട്. പക്ഷെ അന്ന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം 25 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു വാശിയായപ്പോൾ ഇല്ല, MT വാസുദേവൻ നായർ മരിച്ചിട്ടില്ല. മലയാളമുള്ള കാലത്തോളം MT ജീവിച്ചിരിക്കും. MT എന്ന രണ്ടക്ഷരത്തെ ഓർക്കാതെ എങ്ങനെ സർഗാത്മക വേദികൾ കടന്നുപോകും? മാറ്റത്തിന്റെ തമ്പുരാൻ എന്ന MTക്ക് പ്രണാമങ്ങളോടെ നന്ദി, നമസ്കാരം. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം സുലേഖ ശശികുമാർ.